My dear students, today we are going to discuss something from your contemporary Indian education. So we have seen that there is wonderful social diversity in our country. There is religious diversity, there is cultural diversity, there is linguistic diversity, there is caste diversity, there is physical diversity, there is geographical diversity, there is economic diversity. I think we haven't discussed this economic diversity, but you can just see there is economic diversity in our country, because you can see rich people, you can see poor people, you can see middle class people, all the types of people are there. And you can see people who are doing different works are there. So individual diversity is there. So all the sorts of diversity are there. And this diversity makes our country something exclusive, a beautiful country. And today, we can just, today we can just look at the factors which led to such a beautiful diversity. There might be some factors. This diversity is not the product of a particular day. This diversity is not something which came from the sky on a particular day, just like some raindrops come to the earth. This is the result of some gradual development which happened during different points of time, during different eras in our history. We have got religious diversity because of some factors. We have got linguistic diversity because of some factors. We have got economic diversity because of some factors. We have got physical diversity because of some factors. We have got cultural diversity because of some factors. So let's look at the factors which influenced or which brought such a wonderful sort of diversity to our country. നമ്മൾ ഒരുപാട് തരം സാമൂഹിക വൈവിധ്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ മതപരമായ വൈവിധ്യമുണ്ട്, ഭൗമ വൈവിധ്യമുണ്ട്, ഭൗതികമായിട്ടുള്ള വൈവിധ്യമുണ്ട്, വ്യക്തിപരമായ വൈവിധ്യമുണ്ട്, സാംസ്കാരിക വൈവിധ്യം നിലനിൽക്കുന്നു, ഭാഷാപരമായ വൈവിധ്യം നിലനിൽക്കുന്നു, സാമ്പത്തിക വൈവിധ്യം നിലനിൽക്കുന്നു. ഈ വൈവിധ്യം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഇത് വർഷങ്ങളായി ചരിത്രത്തിലെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വ്യത്യസ്ത സംഭവവികാസങ്ങളുടെ ഒരു ആകെത്തുകയാണ് ഈ ഡൈവേഴ്സിറ്റി. അപ്പൊ നമുക്ക് ഈ ഡൈവേഴ്സിറ്റിയുടെ പിന്നിൽ പ്രവർത്തിച്ച, ഈ സാമൂഹിക വൈവിധ്യത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച, സാമൂഹിക വൈവിധ്യം കൊണ്ടുവന്നിട്ടുള്ള ഘടകങ്ങളെ കുറിച്ച്, അതിന്റെ കാരണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ ഓരോ തരം, നമ്മുടെ രാജ്യത്ത് കാണുന്ന ഓരോ തരത്തിലുള്ള വൈവിധ്യത്തെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ മതപരമായ വൈവിധ്യത്തെ കുറിച്ച് ചിന്തിക്കുക. കാരണം ആദ്യം എല്ലാ മതങ്ങളും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല, പിൽക്കാലത്ത് ഉണ്ടായതാണ്. പല മതങ്ങളും പിൽക്കാലത്ത് വന്നതാണ്. നിങ്ങൾ സാംസ്കാരിക വൈവിധ്യത്തെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ആകാര വൈവിധ്യത്തെ കുറിച്ച്, ഫിസിക്കൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ സാമ്പത്തിക വൈവിധ്യത്തെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ഓരോ വൈവിധ്യത്തെ കുറിച്ചും നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മളിങ്ങനെ ചിത്രീകരിക്കുമ്പോൾ, നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മുടെ മനസ്സിലേക്ക് വരും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന വളരെ ലളിതമായ ഒരു വിഷയമാണിത്. അതുകൊണ്ട് നമുക്ക് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫാക്ടേഴ്സ് behind this wonderful diversity in our country. So again, I'm going to throw the ball into your court. See, in the classes, you should speak more, and you make me keep silence there. You have to speak and speak.
യൂറോപ്യന്മാരെയും പുറത്തു നിന്നുള്ള രാജ്യക്കാരുടെ കടന്നുവരവോടുകൂടി കുറെ അവരുടെ സിസ്റ്റംസും കൾച്ചേഴ്സും അതുപോലെ റിലീജിയനൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ലേ? ഇപ്പൊ പോർച്ചുഗീസുകാർ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത് പോർച്ചുഗീസുകാരാന്നല്ലേ പറയാം. അപ്പൊ അവരുടെ അടുത്തുനിന്ന് അവരുടെ മതവും കാര്യങ്ങളും ഇപ്പൊ ക്രിസ്ത്യാനിറ്റി, അതുപോലെ ചവിട്ട് നാടകം, പിന്നെ അതുപോലെ കുറെ പപ്പായ അങ്ങനെയുള്ള കുറെ എന്താ പറയാ കുറെ ഫ്രൂട്ട്സ് ഐറ്റംസ്. Yes, Jasmine, you're right. I appreciate your. നമ്മുടെ നാട്ടിലേക്ക് വന്നത് പോർച്ചുഗീസുകാർ വഴിയാ, പേർഷ്യൻ ആൾക്കാർ വഴിയാ ഇസ്ലാം നമ്മുടെ. Yeah. So just I appreciate your commitment because you have come forward voluntarily, and Jasmina has given an important point. The first factor behind this social diversity is nothing else but invasion, foreign invasion. You can see different people have come, different kings, different emperors came to India during different points of time in history. As is told, in India, in Kerala, I think Portuguese came. Then Portuguese brought some their culture, their religion, their food items, their fruits, and during different eras. And again, I do not know whether this Aryan invasion theory can be justified or not. Actually, this Aryan invasion theory has been there for centuries, and now some people tell that it is not right, it is not true. But still, in the academic field, in the academic areas, still the Aryan invasion theory is considered as something true. So if we tell so, then Aryans came, then Muslims came, then Britishers came, all the people came there, and with them they brought their religion. Now we have got different religions, and this religious diversity is a part of, or is an after effect of these invasions. And similarly, different types of culture, different languages. Yes, Muslims brought their language, Arabic, and they brought Persian language. Then they created the language called Urdu. And Urdu had been created for military people. So they brought their language, they brought their culture, they brought their dress code, brought their food items. So, Jasmina, you're right. The first factor is invasion. നമ്മുടെ രാജ്യത്ത് നടന്ന സാമൂഹിക വൈവിധ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായി കാണുന്നത് അധിനിവേശമാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അധിനിവേശം. അഥവാ ഒരുപാട് ആളുകൾ ഇന്ത്യയിലേക്ക് വന്നു എന്നാണ്. ആര്യൻ ഇൻവേഷൻ തിയറി, ആര്യൻ അധിനിവേശൻ തിയറി അത് തെറ്റാണെന്ന് ഇപ്പോൾ ചിലർ പറയുന്നുണ്ട്. എന്നാലും ഇപ്പോഴും അക്കാദമിക രംഗത്ത് ആര്യൻ അധിനിവേശൻ തിയറി തന്നെയാണ് പഠിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ആദ്യമായി ആര്യന്മാർ വന്നു എന്നും, പിന്നീട് മുസ്ലിങ്ങൾ വന്നു എന്നും, പിന്നീട് ബ്രിട്ടീഷുകാർ വന്നു എന്നും, അതിൻ്റെ ഇടയിൽ പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട്, ഡച്ചുകാർ വന്നിട്ടുണ്ട്, അങ്ങനെ പലരും വന്നു. അവർ വരുന്ന സമയത്ത് അവരുടെ കൂടെ തന്നെ അവരുടെ മതം അവർ കൊണ്ടുവന്നു, അവരുടെ വസ്ത്രധാരണ രീതി കൊണ്ടുവന്നു, അവരുടെ ഫുഡ് കൾച്ചർ കൊണ്ടുവന്നു, അവരുടെ നാട്ടിലുള്ള ഫ്രൂട്ട്സ് കൊണ്ടുവന്നു, അവരുടെ ആചാരങ്ങൾ കൊണ്ടുവന്നു, ഭാഷകൾ കൊണ്ടുവന്നു. ആദ്യം പാലിയും സംസ്കൃതവും മാത്രം ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത് അറബി എന്ന് പറയുന്ന ഭാഷ വന്നു. അതുപോലെ പേർഷ്യൻ ഭാഷ വന്നു. പേർഷ്യൻ ഭാഷയും അറബിയും ഹിന്ദിയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉറുദു എന്ന ഭാഷ വന്നു. അങ്ങനെ ഒരുപാട് ഭാഷകളും ഒരുപാട് സംസ്കാരങ്ങളൊക്കെ വന്നു. സോ ഒന്നാമത്തെ ഘടകം അധിനിവേശമാണ്. The first and foremost factor behind such a wonderful diversity in our country is invasion. Yes, I think you have got the point. Yes. Yes. Yes, sir. Yes, sir. Yes, sir. Yes. Yes, sir. Invasion is the first factor. And in Malayalam we can tell അധിനിവേശം, വിദേശ അധിനിവേശം. അഥവാ ഇന്ത്യ എന്ന് പറയുന്നത് അമൂല്യമായ
പല വിഭവങ്ങളുടെയും ഒരു സ്രോതസ്സാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എല്ലാ കാലത്തും എല്ലാ രാജാക്കന്മാരെയും ആകർഷിച്ചിട്ടുണ്ട്. കാരണം രാജാക്കന്മാര് അധിനിവേശം നടത്തുന്നത് അവരുടെ സാമ്രാജ്യം വികസിപ്പിക്കാനാണ്. സാമ്രാജ്യം വികസിപ്പിക്കാൻ വേണ്ടി അവർ അധിനിവേശം നടത്തുമ്പോൾ സ്വാഭാവികമായും അവർ ചെയ്യുന്നത് ഏറ്റവും നല്ല വിഭവങ്ങൾ ഉള്ള സ്ഥലങ്ങൾ ആക്രമിച്ച് കീഴടക്കുക എന്നുള്ളതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങളുടെ അമൂല്യമായ ഒരു കലവറയായിരുന്നു ഇപ്പോഴുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള എല്ലാ രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും ആകർഷിച്ച ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഇന്ത്യയിലേക്ക് അധിനിവേശം ഉണ്ടായിട്ടുണ്ട്. ഈ അധിനിവേശം മതപരമായിട്ടുള്ള വൈവിധ്യത്തെ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്, ഭാഷാപരമായ വൈവിധ്യത്തെ സഹായിച്ചിട്ടുണ്ട്, സാംസ്കാരിക വൈവിധ്യത്തെ സഹായിച്ചിട്ടുണ്ട്, ഒക്കെ അവിടെ നടന്നിട്ടുണ്ട്. യെസ്. Then any other factor behind this social trend? എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ സൈക്കി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് am I audible? Yeah. You can tell them. Yes, you are audible. Yes. Okay. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നമ്മുടെ ഒരു സൈക്കി ഉണ്ടല്ലോ, നമ്മുടെ ഒരു മനഃശാസ്ത്രം, ഇന്ത്യൻ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇപ്പം ഒരു മരത്തെ പോലും ആരാധിക്കാൻ തയ്യാറാകുന്ന ഒരു ഒരു പോളിതീസ്റ്റിക് ടെൻഡൻസി ദാറ്റ് വി ഹാവ് as far as religion is concerned. അപ്പൊ ആ ടെൻഡൻസി നമ്മളെ പല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മതം, ഒരു പുതിയ ഒരു വിശ്വാസം ഇവിടെ വന്നപ്പോൾ അതിനെ കൂടുതലായി എതിർക്കാതിരിക്കാൻ കാരണം സത്യത്തിന് പല വഴികളുണ്ട് എന്നുള്ളൊരു ഫിലോസഫിക്കൽ ട്രൂത്ത് വി അണ്ടർസ്റ്റുഡ് മച്ച് ബിഫോർ. ദാറ്റ് ഇസ് വൈ മറ്റു സംസ്കാരങ്ങൾ നോക്കി ഇപ്പം റോമൻ ആണെങ്കിലും ഒക്കെ അവര് പോളിതീസത്തെ പൂർണ്ണമായി ഉടച്ചു വാർത്തുകൊണ്ട് പുതിയൊരു സംസ്കാരം സൃഷ്ടിക്കുക ചെയ്തത്. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് വി കണ്ടിന്യൂഡ് ദാറ്റ് സോർട്ട് ഓഫ് ബിലീഫ് ഓർ പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. അതിന്റെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടാവാം ഈ ഒരു ഡൈവേഴ്സിറ്റി ഇങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ തോന്നുന്നു ഒരു പരിധി വരെ. Yes, this is also right, because we have got some adoptable mentality, and Indians always welcome different types of philosophies. And if you think about Vedic age, actually this Vedic age is known as Veda means knowledge. Vedic age means age of knowledge. And they always welcomed all the sorts of knowledge, all the sorts of philosophies. And with that, I may add one more point: the hospitality shown by the people of our country. And this is something most important. We just told this one during another day's class. The hospitality, that is something important. Indians welcome all the people who came to India. They never showed any sort of hatred towards the outsiders, the outcomers. They welcome all the people. This hospitality, this adoptable mentality also was a factor behind such a wonderful social diversity. പരിമിത്ത് പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ കൺട്രിയാണ്. ശരിക്കും എല്ലാ കാലത്തും ഈ തത്വചിന്താപരമായിട്ട് ഉള്ള ഒരു ചിന്തയും സംസാരവും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു രാജ്യമാണ്. മാത്രമല്ല, നമ്മൾ ഈ വേദകാലത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നീട് അത് പറയും. വിദ്യ എന്ന വാക്കിൽ നിന്നാണ് വേദ എന്ന വാക്ക് ഉണ്ടായത് എന്നാണ്. വിദ്യ എന്ന വാക്കിന്റെ അർത്ഥം നോളജ് അഥവാ വിജ്ഞാനം എന്നാണ്. അപ്പൊ വേദ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിജ്ഞാന കാലഘട്ടം എന്നാണ്. അപ്പൊ എപ്പോഴും എല്ലാ തരത്തിലുള്ള വിജ്ഞാനത്തെയും സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരായിരുന്നു ഇന്ത്യക്കാർ. ഒരു ഫിലോസഫിക്കൽ നേച്ചർ അതിനെപ്പോൾ ഉണ്ടായിരുന്നു. ഒരു പുതിയ ഫിലോസഫി വരുമ്പോൾ അതിനെക്കുറിച്ച് അറിയാനും അത് സ്വീകരിക്കാനൊക്കെ ഉള്ള ഒരു ത്വര. ശരിക്കും ഇന്ത്യ ഒരിക്കലും ഒരു കൺസ്യൂമർ കൺട്രി ആയിരുന്നില്ല. ഒരിക്കലും കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ആ ഒരു തരത്തിലല്ല. മറ്റു രാജ്യങ്ങളെ പോലെ വിനോദങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നില്ല ഇന്ത്യ. എപ്പോഴും ഈ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഡിസ്കഷനും മറ്റൊക്കെ നടക്കുന്ന ഒരു രാജ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ ഫിലോസഫീസ്, പുതിയ തത്വചിന്തകൾ സ്വീകരിക്കാൻ ഒരു മടിയും അവർ കാണിച്ചിരുന്നില്ല. അതിന്റെ കൂടെ തന്നെ ഇന്ത്യക്കാരുടെ ആതിഥേയ മനോഭാവം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ത്യയിലേക്ക് ആര്യന്മാർ വന്ന് അവരെ സ്വീകരിച്ചു, ഇന്ത്യയിലേക്ക് മുസ്ലിങ്ങൾ വന്ന് അവരെ സ്വീകരിച്ചു, ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വന്ന് അവരെ സ്വീകരിച്ചു, ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാർ വന്ന് അവരെ സ്വീകരിച്ചു, ഇന്ത്യയിലേക്ക് ഡച്ചുകാർ വന്ന് അവരെ സ്വീകരിച്ചു.
പുറത്തു നിന്ന് വരുന്ന ആളുകളെ ഹൃദയം തുറന്ന് സ്വീകരിക്കാനുള്ള ഒരു മെന്റാലിറ്റി, മാനസികാവസ്ഥ അത് ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് വന്ന ആർക്കും, കാരണം ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും യുദ്ധം കൊണ്ട് ഒരു രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിനെ കീഴടക്കാൻ കഴിയില്ല. യുദ്ധം കൊണ്ട് നമുക്ക് അവരുടെ ശരീരങ്ങളെ മാത്രമേ കീഴടക്കാൻ കഴിയൂ. എന്നാൽ അത് കുറച്ചു കാലം മാത്രമേ സംഭവിക്കൂ. കാരണം ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് സംഭവിച്ചതും അത് തന്നെയാണ്. ബ്രിട്ടീഷുകാർ ശരിക്കും ഇവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നത് പിൽക്കാലത്തുണ്ടായിട്ടുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ആതിഥേയ മനോഭാവവും അതുപോലെ തന്നെ പുതിയ പുതിയ നോളജുകൾ സ്വീകരിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയൊക്കെ ഈ ഒരു സാമൂഹിക വൈവിധ്യത്തെ സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. Then any other point? ഇപ്പൊ 2 പോയിന്റാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന് ഇൻവേഷൻ, അധിനിവേശം. മറ്റൊന്ന് അനുകൂല മനോഭാവം അല്ലെങ്കിൽ ആതിഥേയത്വം അല്ലെങ്കിൽ എന്തും സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം. This hospitality of Indians or the adoptable mentality of Indians. Okay, then Migration, sir. Migration. yeah. സിറാജ് പറയാൻ തുടങ്ങിയോ? സിറാജ് പറഞ്ഞോളൂ. ജസ്ബീനയും സിറാജും ഒരേ സമയം. Migration, sir. മൈഗ്രേഷൻ, യെസ് യെസ്, അഭയാർത്ഥി പ്രവാഹം അല്ലെ. ഇതും ഒരു വളരെ, ജസ്ബീന ഒന്ന് വെയിറ്റ് ചെയ്യൂ. ജസ്ബീന പിന്നെ ഒന്ന് സിറാജ് പറഞ്ഞു. അല്ല, അതെനിക്കൊരു ഡൗട്ട് ആണ്. യുദ്ധങ്ങളും ഒരു പരിധിവരെ ചിലപ്പോ ഈ ഒരു വൈവിധ്യത്തിന് കാരണമായിട്ടില്ലേ, ഉറപ്പില്ല. യുദ്ധങ്ങളോ? അതെ, യെസ്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അറിയില്ല കറക്റ്റ്. അതന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്. അധിനിവേശം എന്ന് പറയുന്നത് യുദ്ധം തന്നെയാണ്. അധിനിവേശം യുദ്ധം തന്നെയാണ് അല്ലെ. യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണല്ലോ അധിനിവേശം നടക്കുന്നത്. 2 തരത്തിൽ അധിനിവേശം നടക്കാം. ഒന്ന് സാംസ്കാരിക അധിനിവേശം, മറ്റൊന്ന് ഭൗതിക അധിനിവേശം. ഭൗതിക അധിനിവേശം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ കടന്നു വന്നപ്പോൾ അവരുടെ മതവും അവരുടെ കൂടെ വന്നു. ഭരിക്കുന്നവരുടെ മതത്തിലേക്ക് ആളുകൾ പോകാം. അതിന്റെ പിന്നിൽ ഒരുപാട് ഇന്ത്യയിൽ ഉണ്ടായ മതപരമായ വൈവിധ്യത്തിന്റെ കാരണങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഒരുപാട് പോകേണ്ടി വരും. അത് അവരുടെ കൂടെ വന്നിട്ടുള്ള ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോകുകയാണെങ്കിൽ മതപരമായിട്ടുള്ള പ്രബോധകന്മാരുടെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പറയും. ജസ്ബീന പറഞ്ഞത് ശരി തന്നെയാണ്. യുദ്ധം ഉണ്ടായിട്ടുണ്ട്. യുദ്ധത്തിന്റെ ഭാഗമായിട്ട് എല്ലാ അധിനിവേശ ശക്തികളും വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അധിനിവേശ ശക്തികൾ വരുന്ന സമയത്ത് അവർക്ക് അവരുടേതായ മതം ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ എന്തുണ്ടായിട്ട് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അതാണ് അധിനിവേശം എന്ന പോയിന്റ് പറഞ്ഞത്. എന്നാൽ അതിന്റെ അപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു രാജ്യത്തേക്ക് പുറത്തു നിന്നും ആളുകൾ വരുമ്പോൾ ആ രാജ്യത്തുള്ള ആളുകൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് അവരുടെ സംസ്കാരമൊക്കെ വരുന്നത്. ഇപ്പോ ഒരു അധിനിവേശം നടക്കുന്ന സമയത്ത് രാജാക്കന്മാരെ പേടിച്ചുകൊണ്ട് അവരെ പേടിച്ച് നിൽക്കാം. എന്നാൽ അവരുടെ സംസ്കാരം സ്വീകരിക്കണമെന്നില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൾച്ചറൽ പ്ലൂറലിസം എന്ന് പറയുന്നത്. പുറത്തുനിന്നും വരുന്ന ആളുകൾ തങ്ങൾ ഭൂരിപക്ഷമായിരുന്നിട്ട് കൂടി പുറത്തുനിന്നും വരുന്ന ആളുകളുടെ ന്യൂനപക്ഷക്കാരുടെ സംസ്കാരത്തെ സ്വീകരിക്കാനുള്ള ഒരു മടിയും ഇന്ത്യക്കാർ കാണിച്ചിരുന്നില്ല എന്നാണ്. അപ്പൊ അത് 2 പോയിന്റ് പറയാം. ജസ്ബീന, അധിനിവേശം, യുദ്ധത്തിന്റെ ഭാഗമായിട്ട് എന്തുണ്ടായിട്ടുണ്ട്? സാമൂഹിക വൈവിധ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അനുകൂല മനോഭാവത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സിറാജ് ഇവിടെ പറഞ്ഞൊരു പോയിന്റാണ് അഭയാർത്ഥി പ്രവാഹം, മൈഗ്രേഷൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം യുദ്ധത്തിന് വരുന്നവരുടെ കൂടെ അവരുടെ രാജ്യത്തുള്ള ജനങ്ങളും പലപ്പോഴായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ചില പ്രശ്നങ്ങളുടെ പേരിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിട്ടുണ്ട്. കാരണം യുദ്ധത്തിന് വരുമ്പോൾ ശരിക്കും പട്ടാളക്കാര് മാത്രമാണ് വരുന്നതെങ്കിൽ അവരുമായിട്ട് ജനങ്ങൾ അധികം ഇടപഴകണമെന്നൊന്നുമില്ല. നേരെ മറിച്ച് അവരുടെ കൂടെ തന്നെ അവരുടെ രാജ്യത്തുള്ള പുരോഹിതന്മാരും അവരുടെ രാജ്യത്തുള്ള സാധാരണക്കാരായ ആളുകളൊക്കെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അഭയാർത്ഥികൾ വരുമ്പോൾ അഭയാർത്ഥികൾ സ്വദേശീയരുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. ചിലപ്പോൾ അവർ തമ്മിലുള്ള കുടുംബ ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അവരുടെ സംസ്കാരം ഇവിടെ വരും. So this migration is also can be considered as a factor behind this social diversity. Then anything else? So I may ask some other person. So Asia, can you? Yeah. Jasila പറയാൻ തുടങ്ങിയതാണ് പറഞ്ഞു. സർ, ജിയോഗ്രാഫിക്കൽ ഇൻഫ്ലുവൻസ് വരില്ലേ? ഇപ്പൊ ഒരു പ്രദേശത്ത് കാട് പ്രദേശത്താകുമ്പോൾ
അവര് കാടിനെ ദൈവമായിട്ട് കാണുന്നു, അതുപോലെ അത്തരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതൊക്കെ. Geographical factors also can be considered as a factor. നമ്മളത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇപ്പോ ജസീല പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ കാട്ടിലാണെങ്കിൽ കാടുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ മരങ്ങൾ ആരാധിക്കുന്ന ഒരു രീതി അങ്ങനെ ഉണ്ടാകാം. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പം ഈ ഭൗമപരമായ വൈവിധ്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കാലാവസ്ഥയൊക്കെ. ഇപ്പോ തണുപ്പ് പ്രദേശങ്ങളിലെ ആളുകളൊക്കെ ചിലപ്പോൾ വെളുത്തവരായിരിക്കും, കുറച്ച് ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവര് ഡാർക്ക് ആയിരിക്കും, കറുത്തവരായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും because of the geographical factors the color of the people may be changed. Then you can see color diversity is there, so individual or physical diversity you can see. Because of some geographical factors, some people become gigantic or tall, some people become small. Yes, so again the physical diversity can be there because of geographical factors. Then again food culture, the cultural diversity also may be because of some geographical factors. So what Jasila has told is another factor behind this social diversity in our country. Geographical factors, ഭൗമപരമായ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും എന്തുണ്ടാക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞ യൂറോപ്പിലൊക്കെ മിക്കവാറും തണുപ്പാണ്, അതുകൊണ്ടാണ് യൂറോപ്പിൽ നമ്മൾ കാണുന്ന ആളുകളൊക്കെ മുഴുവൻ വെളുത്ത ആളുകളാണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ കാലാവസ്ഥയാണ്. ഓരോ സ്ഥലത്തെയും പിന്നെ ഭൗമപരമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതിനനുസരിച്ച് ആളുകളുടെ ശരീരത്തിന്റെ ആകാരം, രൂപം, അവരുടെ കളർ ഒക്കെ മാറുന്നു. അതിനനുസരിച്ച് സംസ്കാരം മാറാം, ഫുഡ് കൾച്ചറുകളൊക്കെ മാറും. യെസ്, യു ആർ റൈറ്റ് ജസീല. സോ invasion is there, then adoptable mentality is there, then this migration was another factor, then what Jasila just told now is another factor, geographical factors. Now I may ask Asia just give us another factor. Asia. Yes, Asia, are you there, Asia? I can see you there, but I do not know whether you are there or not. So I think yes, Asia, tell us. Now they have given different points. നമ്മുടെ രാജ്യത്തുള്ള ഈ സാമൂഹിക വൈവിധ്യത്തിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊന്ന് അധിനിവേശം, മറ്റൊന്ന് അഭയാർത്ഥി പ്രവാഹം, മറ്റൊന്ന് അനുകൂല മനോഭാവം, അതുപോലെ തന്നെ geographical factors. Yes, Asia. Yes. മറ്റു ആരോ പറഞ്ഞ ഒരു പോയിന്റ് ആണ് മൈഗ്രേഷൻ. യെസ്, അഭയാർത്ഥി പ്രവാഹം. യെസ്, അഭയാർത്ഥി പ്രവാഹം സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ നമ്മുടെ രാജ്യത്ത് തന്നെ പലതരത്തിലുള്ള കളറുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെ, പലതരത്തില് ഈ നിറവ്യത്യാസമൊക്കെ കാണാം നമുക്ക്. ഇന്റർബ്രീഡിങ് നടന്നിട്ടുണ്ട്. ഈ നിറവ്യത്യാസത്തിന്റെ പിന്നിലൊക്കെ മറ്റു പല ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മാത്രമല്ല, മറ്റ് പ്രത്യേകതകൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ജാതിയിൽ തന്നെ പണ്ടുണ്ടായ ജാതിയിൽ നിന്നും ഒരുപാട് ഉപജാതികളൊക്കെ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കുമ്പോൾ ഒരുപാട് ജാതികളുണ്ട്. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ ജാതികൾ പിന്നീട് ഉപജാതികളൊക്കെ വരണമെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ചില പ്രത്യേക ഘടകമുണ്ട്. അതിനിടയ്ക്ക് അശ്വിൻ എന്തോ പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അശ്വിൻ സെൻട്രൽ സ്റ്റേജിലേക്ക് വന്നിരുന്നു. അശ്വിൻ എന്തോ പറയാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് അശ്വിൻ. യെസ് സാർ, അതല്ലേ നമ്മുടെ ഈ റിലീജിയസ് ഡൈവേഴ്സിറ്റിനെ കുറെയൊക്കെ സ്വാധീനിച്ചൊരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്തൊക്കെ ഉണ്ടായ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ സാർ. ഈ നമ്മുടെ അംബേദ്കറൊക്കെ ഈ നിയോ ബുദ്ധിസത്തിലൊക്കെ വന്നൊരു സ്റ്റേജ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ സമൂഹത്തിലെ ഈ ദളിത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച ദളിത് വിഭാഗങ്ങള് ആ ഒരു ബ്രിട്ടീഷ് സമയം ആകുമ്പോഴേക്ക് കുറെയൊക്കെ വേറെ റിലീജിയനിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ അതൊരു നമ്മുടെ റിലീജിയസ് ഡൈവേഴ്സിറ്റിയെ കൂട്ടാൻ അത് കുറെ സഹായമായിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ദളിത് ബുദ്ധിസ്റ്റ് മൂവ്മെന്റ് ഒക്കെ ആ ഒരു ബ്രിട്ടീഷ് പീരീഡിലല്ലേ സാർ കൂടുതലായിട്ടുണ്ടായത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ സാമൂഹികമായിട്ടുള്ള പിന്നെ അനാചാരങ്ങളും അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള പീഡനവും പാർശ്വവൽക്കരണവും ഒക്കെ
ഇതിന്റെ ഒരു റിലീജിയസ് ഡൈവേഴ്സിറ്റിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ്. അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ എഡ്യൂക്കേഷനെ കുറിച്ചും പറയാം. ഇപ്പൊ വിദ്യാഭ്യാസം, ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള വൈവിധ്യം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. അത് മാത്രമല്ല, പിന്നെ പലതരത്തിലുള്ള തൊഴിൽപരമായിട്ടുള്ള വൈവിധ്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ പിന്നിൽ അതുപോലെ ഇൻഡിവിജ്വൽ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയുന്നത്, ഇതൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഒരു സ്വാധീന ഫലമായിട്ട് വളരെയധികം ഇൻഡിവിജ്വൽ ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ അശ്വിൻ പറഞ്ഞതുപോലെ സാമൂഹികമായ അനാചാരങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ വിദ്യാഭ്യാസമുള്ളവർ വന്നു എന്നും അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ അശ്വിൻ പറഞ്ഞത് ശരിയാണ്. നമുക്ക് വേണമെങ്കിൽ അതിനൊരു social evils might be a factor behind religious diversity. Yes, Ashwin, I agree with you. Yes. Then ആസിയ പറഞ്ഞത് അഭയാർത്ഥി പ്രവാഹം തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞതിൽ ഒന്ന് ഇൻവേഷൻ, then migration, then adoptable mentality, then education, geographical factors. ഞാനിപ്പോ പറഞ്ഞു, നമ്മളിപ്പോ വ്യത്യസ്തമായ ജാതികളൊക്കെ ഇപ്പൊ കാണുന്നുണ്ട് അല്ലെ, ഒരുപാട് വ്യത്യസ്തമായ ജാതികളും ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അത് മാത്രം നമ്മളെ ഈ ഇന്റർ ബ്രീഡിംഗ് എന്നൊരു സംഭവമില്ല. അതായത് നമ്മള് ഈ പുറത്തുനിന്ന് വന്നവര് ഇവിടെ തന്നെ വിവാഹം കഴിച്ച് താമസിക്കുക, അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മളുമായിട്ട്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഈ ഇന്റർ കാസ്റ്റ് മാരേജസ്. ആ ഒരു സാധനം, നമ്മളെ വിവാഹബന്ധം അതിലൂടെ. കാരണം ഇപ്പൊ നമ്മള് ഇപ്പൊ കളറിൽ തന്നെ ചിലപ്പം ഈ ആര്യൻസും ദ്രാവിഡന്മാരും തമ്മിലുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ, പിന്നെ ബ്രിട്ടീഷേഴ്സും ഇന്ത്യക്കാരും തമ്മിലുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ, അറബികളും ഇന്ത്യക്കാരും തമ്മിലുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ, കാരണം ഇവരൊക്കെ ഓരോരുത്തരുടെയും സ്കിന്നിന്റെ കളറും ഓരോരുത്തരുടെയും ആകാരത്തിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അത് മാത്രമല്ല, ജാതിയിൽ തന്നെ ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആൾ മറ്റൊരു ജാതിയിൽപ്പെട്ട ആളുമായി കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധ്യത, ഒരു പുതിയ ജാതി ഉണ്ടാകാനുള്ള ഒരു സാധ്യത. അപ്പൊ ഈ വിവാഹബന്ധം, അതിന് ഇംഗ്ലീഷിൽ എന്ത് വേർഡാണ് ഉപയോഗിച്ചത് പിന്നെ രമിത്തെ? ഇന്റർബ്രീഡിംഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്റർബ്രീഡിംഗ്. ഓക്കെ, വി ക്യാൻ ടെൽ ഇന്റർകാസ്റ്റ് മാരേജസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പൊ ആ ഒരു മിശ്ര വിവാഹം, എന്താ പറയാ, ഒരു മതത്തിൽപ്പെട്ട ആൾ മറ്റൊരു മതത്തിൽപ്പെട്ട ആൾ വിവാഹം കഴിക്കാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക വർഗത്തിൽപ്പെട്ട ആൾ മറ്റൊരു വർഗത്തിൽപ്പെട്ട ആൾ വിവാഹം കഴിക്കാം, ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആൾ മറ്റൊരു ജാതിയിൽപ്പെട്ട ആൾ വിവാഹം കഴിക്കാം, മറ്റൊരു ദേശത്തു നിന്നും ആൾ ഇവിടെയുള്ള ആളെ വിവാഹം കഴിക്കാം. ഈ രീതിയിൽ ഫിസിക്കൽ ഡൈവേഴ്സിറ്റിയും അതുപോലെ തന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഒക്കെ എന്ത് ചെയ്യാം, വരാം. സോ ദാറ്റ്സ് ഓൾസോ എ ഫാക്ടർ. Then I may tell you, നമ്മൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഈ മതപരമായിട്ടുള്ള ഒരു വൈവിധ്യത്തെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഘടകങ്ങളിൽ ഒന്ന് മതപ്രബോധനമാണ്. റിലീജിയസ് പ്രീച്ചിങ് ഓർ റിലീജിയസ് പ്രൊപ്പഗേഷൻ. Actually, sometimes we often forget this factor behind the religious diversity. ഇപ്പൊ ഇന്ത്യയിലേക്ക് ഈ മുഗളന്മാർ വന്നു എന്ന് പറയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഈ ഫാക്ടേഴ്സ്, ഹിസ്റ്ററി എന്ന് പറയുന്നത് ചില സമയത്ത് ഹിസ്റ്ററി പലപ്പോഴും രാജാക്കന്മാരെ കുറിച്ച് മാത്രമാണ് പറയാം. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന മിക്കവാറും ഹിസ്റ്ററി ചരിത്രങ്ങളും ഇന്ത്യയിലേക്ക് വന്ന രാജാക്കന്മാരെ കുറിച്ചും അവരുമായി ബന്ധപ്പെട്ട ആളുകളെ കുറിച്ചുമാണ് സാധാരണ പറയാറുള്ളത്. ഒരു മെയിൻ സ്ട്രീം ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്നത് ഹിസ്റ്റോറി എന്ന് പറയാറുണ്ട് സാധാരണ. ഹിസ്റ്റോറി എന്നുള്ളത് തന്നെ അത് അവരുടെ കഥ, ആരുടെ കഥയാണ്? പലപ്പോഴും അത് രാജാക്കന്മാരുടെ കഥയാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ രാജാക്കന്മാരുടെ കൂടെ വന്ന ഒരുപാട് മതപ്രബോധകരുണ്ടായിരുന്നു. രാജാക്കന്മാരുടെ ഒരു രീതി എന്ന് പറയുന്നത്, അവരുടെ ഒരു രീതി, അവരുടെ സാമ്രാജ്യം പരമാവധി വികസിപ്പിക്കുക എന്നതിനപ്പുറത്ത് അവർക്ക് വേറെ താല്പര്യമൊന്നുമില്ല. ബ്രിട്ടീഷുകാർ പോലും ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യ കീഴടക്കാനല്ല, ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാനുമല്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നത് കച്ചവടത്തിന് വേണ്ടിയാണ്. അത് നമ്മൾ പിന്നീട് സംസാരിക്കും. കച്ചവടത്തിന് വന്ന അവർക്ക് പിന്നെയാണ് ഇവിടുത്തെ കുട്ടൻസ് മനസ്സിലായത്. അപ്പൊ അത് മനസ്സിലായപ്പോഴാണ് അവർ എന്ത് ചെയ്തത്, അവർ ഇവിടെ അധികാരം പിടിച്ചെടുത്തത്. ശരിക്കും മറ്റ് രാജാക്കന്മാരും ആളുകളൊക്കെ ഇന്ത്യയിലേക്ക് വന്നത് ഒരിക്കലും അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് പരമാവധി അവരുടെ സാമ്രാജ്യം വികസിപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ അവരുടെ കൂടെ ഇന്ത്യയിലേക്ക് വന്ന മതപ്രബോധകരുണ്ട്. അത് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്നും മിഷനറിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല, കാരണം
നമ്മൾ അറിയാത്ത പല ചരിത്രങ്ങളും ഉണ്ട്. നമ്മൾ സാധാരണ മെയിൻ സ്ട്രീമിൽ കാണാത്ത പല ചരിത്രങ്ങളും അവിടെ ഉണ്ട്. അങ്ങനെയുള്ള മതപ്രബോധകന്മാർ വഴിയാണ് ശരിക്കും ഇന്ത്യയിൽ മതങ്ങൾ പ്രചരിച്ചത് എന്നാണ് ഞാൻ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മതപ്രബോധനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഡൈവേഴ്സിറ്റിയെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ആ മതപ്രബോധനം ശരിയാണോ തെറ്റാണോ എന്നതൊക്കെ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ നമ്മുടെ ഒരു ഫാക്ടർ പറയുന്ന സമയത്ത് പറയാം. ഈ MBS എന്ന് പറയുന്ന ഒരു വിശ്വവിജ്ഞാന കോശം ഉണ്ടായിരുന്നു. എനിക്ക് അതിന്റെ പുതിയ എഡിഷൻ ഇറങ്ങുന്നുണ്ട് എനിക്കറിയില്ല. അതിൽ പറയുന്നത് ശരിക്കും ഇന്ത്യയിൽ 90 ലക്ഷം ആളുകൾ മുസ്ലിങ്ങളായത് അജ്മീരിൽ കിടക്കുന്ന ഹാജ മൊയ്നുദ്ദീൻ എന്ന് പറഞ്ഞൊരു മഹാനിലൂടെയാണ് കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം വഴിയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഞാനൊരു ഒരു കാര്യം പറയുമ്പോൾ സന്ദർഭോചിതമായിട്ട് പറയുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിച്ചത് ഒരിക്കലും ബ്രിട്ടീഷ് വൈസ്രോയ്മാരോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജാക്കന്മാരോ ആയിരുന്നില്ല, മറിച്ച് ഇന്ത്യയിലേക്ക് വന്ന മിഷനറിമാരായിരുന്നു, മതപ്രബോധനത്തിന് വേണ്ടി വന്ന ആളുകളായിരുന്നു. അപ്പൊ ഈ മതപ്രബോധനം, റിലീജിയസ് preaching or religious propagation was also a factor behind this social diversity. Then another factor is trade, വ്യാപാരം. നേരത്തെ പറഞ്ഞു പോർച്ചുഗീസുകാർ വന്നതിനെ കുറിച്ച് പറഞ്ഞു. അവർ കച്ചവടത്തിന് വേണ്ടി വന്നവരായിരുന്നു. അറബികൾ തന്നെ കേരളത്തിലേക്കൊക്കെ കച്ചവടത്തിന് വേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞു, they came to India not for conquering India, they came to India not for ruling India, they just came to India for trade, for exporting something from India to their country and to import something from their country. British East India Company was formed, I think, during the 17th century, the first part of 17th century, in 1600, I feel so. So they came to India just for trade. Arabs came to India for trade. Portuguese people came to India for trade. So this trade was also a factor behind this social diversity. So I feel that you have got the idea. കച്ചവടം എന്ന് പറയുന്നതും ഈ സാമൂഹിക വൈവിധ്യത്തിന്റെ പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വലിയ ഘടകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ എന്ന് പറയുന്നത് അമൂല്യമായ ഭൗതിക വിഭവങ്ങളുടെ ഒരു കലവറയായിരുന്നു, ഒരു കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ അധിനിവേശക്കാരെ പോലെ തന്നെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള കച്ചവടക്കാരെയും ഏറെ ആകർഷിച്ച ഒരു പ്രദേശമായിരുന്നു ഇന്ത്യ. ഇന്ത്യയിലേക്ക് പോർച്ചുഗീസുകാർ കച്ചവടത്തിന് വന്നിട്ടുണ്ട്, നേരിട്ട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്, അറബികൾ വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ പോലും ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തെ കീഴടക്കി ഭരിക്കാം എന്നൊരു വ്യാമോഹത്തോടെ ഒന്നും ആയിരുന്നില്ല. 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞ കമ്പനി രൂപീകരിക്കുകയും അതിന്റെ ആദ്യത്തെ ഒരു ഫാക്ടറി, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, 1610 ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ വരികയും അങ്ങനെ അവർ കച്ചവടത്തിന് വേണ്ടി വന്ന അവർ പിന്നീട് ഇന്ത്യയുടെ ഭരണാധികാരികളായി മാറിയതിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രം നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ ഒരു കച്ചവടം എന്ന് പറയുന്നത്, കച്ചവടത്തിന് വേണ്ടി ആളുകൾ വന്നതിലൂടെ, കാരണം അവരുടെ നാട്ടിലുള്ള നേരത്തെ ജസ്മീന പറഞ്ഞ ഈ ഫ്രൂട്ട്സ് അതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. ഇവിടുന്ന് കുരുമുളക്, ഏലം എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരുടെ നാട്ടിലുള്ള പലതരത്തിലുള്ള ഫ്രൂട്ട്സും അവരുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന്റെ കൂടെ തന്നെ അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് വന്നതായിട്ടും നമുക്ക് കാണാം. So these are the factors behind the social diversity in India: invasion, migration, interbreeding. Then another factor is, I'm sorry, I just forgot, we told this one during the last day, social stratification. There is caste diversity just because social stratification. You know what social stratification is. Social stratification is dividing people into different layers on the basis of different factors. So there were Brahmins, Kshatriyas, Vaishyas and Shudras during the Vedic period. They were
aristocrats, priests, then town people and peasants during the Mughal period, medieval period. They were zamindars, landlords, lease, then farmers, then agricultural workers during British period. And this social stratification also is a factor behind social diversity, because we have got some caste diversity just because of social stratification. അപ്പോൾ സാമൂഹിക ശ്രേണീകരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ ജാതീയ വൈവിധ്യം ഉണ്ടായിട്ടുണ്ട്. അത് സോഷ്യൽ ഡൈവേഴ്സിറ്റിയുടെ സാമൂഹിക വൈവിധ്യത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ നോക്കുമ്പോൾ invasion, then migration, then intercaste marriages, then social stratification, then adoptable mentality and hospitality of Indians, then education, then geographical factors, then religious preaching and propagation, and trade. All these things can be considered as the factors behind the social diversity in our country, right? Got the point? Yes. Yes, sir. Yes. So now it's 11:18. 11:18 ആയിരുന്നു. നമുക്ക് ഒരു 10 മിനിറ്റ് കൂടി ഉണ്ട്. ഈ മീറ്റിംഗ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഒരു 1-2 മിനിറ്റുകൾക്കുള്ളിൽ വീണ്ടും ഞാൻ തിരിച്ചു വരും. അത് കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു വിഷയം കൂടി, ഇതിന്റെ ഭാഗമായിട്ടൊരു വിഷയം കൂടി സംസാരിക്കാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോ ഈ പോകുന്ന രീതിയിൽ പോയാൽ നമുക്കിത് മുഴുവനായിട്ടും കവർ ചെയ്യാൻ കഴിയുമോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ചിലപ്പോൾ ഞാൻ സെൽഫ് ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ മൂഡിൽ ഉപയോഗിച്ചിട്ടുള്ള കോഴ്സുകൾ ഞാൻ സാധാരണ ചെയ്യാറുണ്ട്. അപ്പൊ ചില വിഷയങ്ങൾ ഞാൻ മൂഡിൽ ഉപയോഗിച്ച് വീഡിയോ ക്ലാസ്സുകളായി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതി ചിലപ്പോൾ സ്വീകരിക്കുമെന്ന് ഞാൻ പിന്നീട് പറയാം. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. വീണ്ടും ഒരു 1-2 മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചു വരാം. താങ്ക് യു വെരി മച്ച്. Okay, sir. Okay, thank you, sir. Okay, Thank you, sir. Yes, sir.